ഈ സമയം ചുട്ടുകൊള്ളുന്ന വെയില. പേടിക്കണ്ട, പേടിക്കണ്ട. ഇല്ലടല്ല, അത് വെള്ളം കുടിക്കാൻ നിൽക്കില്ല, ജീവനും കൊണ്ട് ഓടുള്ളൂ. അതൊക്കെ ഇണക്കുള്ള നിൽക്കുള്ളൂ. നിങ്ങളായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരെ നമ്മളെ വിജയം. ഈ സമയം ചുട്ടുകൊള്ളുന്ന വെയില. ചുട്ടുകൊള്ളുന്ന വെയിൽ ശരിക്കും പറച്ചാൽ നമുക്ക് തന്നെ ശ്വാസം മുട്ടിയിട്ടുള്ള അസ്വസ്ഥതകൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഡപ്പ കഴുത്തിലും മുഖത്തിലും കുടുങ്ങിയിട്ട് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ അന്നവും വെള്ളമില്ല അത് എത്ര രാത്രികൾ. അപ്പൊ അങ്ങനെ ഒരു പെട്ടുപോയൊരു മിണ്ടാപ്രാണീനെയാണ് നമുക്കിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ കൂടെ ഇല്ലാത്തവരുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഇന്ന് തെരയാൻ വേണ്ടി നടന്നിരുന്ന കുറെ നന്മ മനസ്സുകളുണ്ട്. ഈ കുട്ടികളൊക്കെ നമ്മുടെ ഭാവിയിൽ ഒരു നന്മയുടെ വാഗ്ദാനങ്ങളാണ്. തീർച്ചയായിട്ടും മിണ്ടാപ്രാണികളെ സഹജീവിച്ചാലും എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് അറിയിപ്പിക്കാനും ബോധവൽക്കരിക്കാനും ഇതുപോലത്തെ നന്മ മനസ്സുകൾ പിള്ളേരാണ് ആവശ്യം. എന്തായാലും ആ മിണ്ടാപ്രാണിനെ രാവിലെ വന്നിട്ട് തെരഞ്ഞെടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നപ്പോ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പൊ വന്നപ്പോൾ ആളെ കിട്ടി. ഒന്നും പറയാനില്ല, ഇതുപോലത്തെ ബോക്സുകളൊന്നും അലക്ഷ്യമായിട്ട് ആരും വലിച്ചെറിയായിരിക്കും. നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടില്ല, ഒന്നില്ലെങ്കിൽ അടപ്പായിട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ചവിട്ടി ഞെളിക്കിയിട്ട് ഉപേക്ഷിക്കുക. പരന്ന പാത്രത്തിൽ എവിടെയെങ്കിലും വെള്ളം വെക്കുക. കാരണം വെള്ളം കുടിക്കാൻ, ഈ ചൂട് സമയത്ത് വെള്ളം കുടിക്കാനാണ് ഇതിൽ തലട്ട് പോകുന്നത്. അവർ നിരപരാധം, പിന്നെ അവർക്ക് ഊരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും നമ്മൾ ഇന്നും കൂടി ഒരു ജീവനെ ഒരു പുനർജന്മം ഏകിയിട്ടുണ്ട്. അപ്പൊ എല്ലാം പ്രപഞ്ചത്തിന് നന്ദി.